ഹോസ്പിറ്റലിൽ വയറുവേദനയും പനിയുമായിട്ട് ചെന്നിട്ട് ഡോക്ടർ സതീഷ് പ്രഭു എന്ന് പറയുന്ന ഡോക്ടർക്ക് വേറൊരു ഹെഡിനാണ് സർജറി ഡിപ്പാർട്ട്മെന്റിലെ ഹെഡിനാണ് കൈമാറിയത്. രാത്രി 1 മണി ആയപ്പോഴാണ് കൊച്ചിന് എല്ലാവിധ ടെസ്റ്റുകളും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പൻഡിക്സ് ആണെന്ന് മനസ്സിലായി. പിറ്റേ ദിവസം എമർജൻസി ആയിട്ട് ഓപ്പൺ സർജറി ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഓപ്പൺ സർജറി ചെയ്തു. കൊച്ചിന് ഭയങ്കരമായിട്ട് പനി കുറയുന്നില്ലാത്തതാണ് 2 ദിവസം ICUയിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പൊ ICU നിന്ന് പുറത്തിറക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നത്. കൊച്ചിന് വൊമിറ്റിങ്, ഡയറിയ, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. കൊച്ചിന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല, കൊച്ചിന് ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെ കുറെ പ്രശ്നങ്ങളായിട്ട് ഞങ്ങളൊരു 10-12 ദിവസത്തോളം ഇവിടെ അഡ്മിറ്റ് ആയിരുന്നു. ഫോളോ അപ്പിന് പോയപ്പോൾ സ്റ്റിച്ച് എടുക്കേണ്ട സമയമായി. സ്റ്റിച്ച് എടുത്തു കഴിഞ്ഞ് പിറ്റേ ദിവസം അത് അടച്ച് വീർത്ത് പൊട്ടി. അപ്പൊ വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. ആ മുറിവിനകത്ത് കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. അപ്പൊ ഞങ്ങളോട് എല്ലാ ദിവസവും വന്ന് ഡ്രസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴും ഡോക്ടർ പറഞ്ഞത് അപ്പൻഡിക്സിന് ചിലപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞ് നമ്മള് അങ്ങനെ തെറ്റിദ്ധരിച്ചു. നമുക്കറിയില്ലല്ലോ, നമ്മൾ സാധാരണക്കാരല്ലേ, നമ്മള് ഇപ്പൊ മാറും എന്നും പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ നടക്കുവാണ്. 6 മാസത്തോളം കഴിഞ്ഞിട്ടും കൊച്ചിന് മുറിവ് ഉണങ്ങിയില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ശക്തമായിട്ട് പറഞ്ഞു കൊച്ചിന് ജോലിക്ക് പോകാൻ പറ്റില്ല. കൊച്ചു കുമ്മിൻസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അവന്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. വീട്ടിൽ നേഴ്സിനെ വെച്ച് ഞങ്ങൾ രാവിലെയും വൈകുന്നേരവും ഇത് പാടി മാറ്റണം. ഒരുപാട് സർജിക്കൽ സാധനങ്ങളെല്ലാം മേടിച്ചാൽ മാത്രമാണ് നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പഴുപ്പ് കയറിയ വീണ്ടും വിഷയമാവുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ വീട്ടിൽ നേഴ്സിനെ വെച്ച് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്തിട്ട് 6 മാസത്തോളം ഫോളോ അപ്പ് ഡോക്ടർ മുടക്കിയിട്ടില്ല. സ്കാൻ ചെയ്തു. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ആഴ്ചയിൽ ഞാൻ ടൂറ് പോവുകയാണ്. പിന്നത്തെ ആഴ്ചയിൽ, അതായത് ഞങ്ങൾ മാർച്ച് 30 മാർച്ചിലാണ് ഞങ്ങൾ ചെല്ലുന്നത് കാണാനായിട്ട്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. ഞങ്ങൾ ഓൾറെഡി ഇങ്ങനെ ഇരുന്ന സമയത്ത് നമ്മൾ ടെസ്റ്റ് എഴുതി നെവൽ ബേസിൽ അപ്രന്റീസ്ഷിപ്പിന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കൊച്ചിന് പഠിക്കാനായിട്ട് അവിടെ പോകാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ നെവൽ ബേസിലൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. കൊച്ചിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കിട്ടിയതാണ്. പറഞ്ഞു തന്നെ സർജറി ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ് എന്നോട്. അപ്പൊ ഇവന് 20 കിലോ വെയിറ്റ് ലോസ് നടന്നു. അപ്പൊ ഡോക്ടർ പറയാണ് കൊച്ചിന് സ്പൈനൽ TB ഉണ്ട്. യാതൊരു ടെസ്റ്റ് നടത്താതെയാണെന്ന് ഓർക്കണം. കൊച്ചിന് സ്പൈനൽ TB ഉണ്ട്. പിന്നെ കൊച്ചിന് നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് അപ്പൻഡിക്സിന്റെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം, എന്നിട്ട് കുടല് മൊത്തം ഉപ്പുവെള്ളത്തിൽ കഴുകാമെന്ന്. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ വില്ലിങ് ആണെന്ന് പറഞ്ഞിട്ട് പോന്നു. പക്ഷെ ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ് ചെയ്തത്. അവിടെ ചെന്ന് സകല ടെസ്റ്റുകളും നടത്തി കാര്യങ്ങളെല്ലാം നടത്തിയപ്പോഴാണ് അവര് ഓൾറെഡി അവിടെ സ്റ്റിച്ച്, അതായത് ഇത് അപ്പൻഡിക്സിന്റെ സർജറി കഴിഞ്ഞിട്ട് അവിടെ ത്രെഡ് ഇടാൻ മറന്നുപോയിന്ന്. അപ്പൻഡിക്സിന്റെ പകുതി, അത് പിന്നത്തെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള സർജറിയിലാണ് എടുത്തു തന്നത്. അപ്പൻഡിക്സിന്റെ പകുതി അവിടെ ഇരിക്കുമായിരുന്നു എന്നും പറഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു ഇത്രയും വലിയൊരു ചികിത്സാ പിഴവ് ഉണ്ടായിട്ട് നിങ്ങൾ ഈ ആശുപത്രി അധികൃതർക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കുമോ? അന്ന് മറ്റ് അവിടുത്തെ മുതിർന്ന അധികൃതരോടോ മറ്റോ ഇക്കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തോ ഈ ഡോക്ടർ ഭാഗത്തു നിന്നുണ്ടായ ഈ വീഴ്ചയെക്കുറിച്ച്? സംസാരിച്ചിരുന്നു. ഇതുകൊണ്ടാണ് സംഭവിച്ചതെന്നും എല്ലാ ടെസ്റ്റുകളും ചെയ്ത് കിട്ടിയതിനു ശേഷം ഞങ്ങള് വീണ്ടും കോലഞ്ചേരി ഹോസ്പിറ്റലിൽ ചെന്നിരുന്നു. അപ്പൊ കോലഞ്ചേരി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവിടെ മെഡിക്കൽ ഉണ്ടായിരുന്ന വർഗീസ് പോൾ എന്ന് പറഞ്ഞ ഡോക്ടറും ഒരു ഫോറൻസിക് സർജനും പിന്നെ ഈ സർജറി ചെയ്ത ഒരു ഡോക്ടറുമായി ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് ഞങ്ങൾക്ക് സൗജന്യമായിട്ട് ചെയ്തു തരാം, ഞങ്ങളുടെ എല്ലാ ചെലവും ചെയ്തു തരാം, നിങ്ങൾ വന്ന് വീണ്ടും ഓപ്പൺ സർജറി, അതായത് ഇപ്പുറത്തെ സൈഡ് ഉണങ്ങിയിട്ടില്ല, അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ വീണ്ടും ഓപ്പൺ സർജറി തന്നെ ചെയ്യുള്ളൂ എന്ന് അവർ പറയുന്നു. അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ കൊച്ചു സമ്മതിച്ചില്ല. കാരണം നമുക്ക് പൈസ ഇല്ലാത്തതാണെങ്കിലും അവന് തിന്ന വേദനയും ഞങ്ങൾ അനുഭവിച്ചു. ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല അത്രയും കാലം. ഞങ്ങളുടെ പ്രതീക്ഷയാണ് കൊച്ചിന് നെവൽ ബേസിൽ ജോലി കിട്ടുക, അല്ലെങ്കിൽ നേവിയിലാവുക. അവൻ നേവിയുടെ കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്ന കൊച്ച്, ഹൈറ്റും വെയിറ്റും എല്ലാം കറക്റ്റ് ചെയ്ത് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന കൊച്ചാണ്. അതായത് നേവിയില് ഒരു പല്ല് പറിച്ചാൽ പോലും കിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് കുടുംബത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു അത്താണിയായിട്ടാണ് ഞങ്ങളെ കൊച്ചിനെ കാണുന്നത്. ഇനി ഞങ്ങൾക്ക് നേവിയില് ജോലി കിട്ടില്ല.
കാരണം കൊച്ചിന് മെഷിട്ടങ്ങനെ ഫുള്ള് വയറ് നിറച്ച് ഈ പഴുപ്പുണ്ടായിരുന്നതുകൊണ്ട് അന്നത്തെ സർജറിയിൽ മെഷിടാൻ പറ്റിയിട്ടില്ല. പിന്നെ കുടല് പതുക്കെ പുറത്തോട്ട് ബൾജിങ് വന്നു, കാരണം മസിൽ വീക്ക് ആയതുകൊണ്ട്. ഈ കഴിഞ്ഞ നവംബർ 10 വീണ്ടും സർജറി ചെയ്തത്. നിസ്സാരം 50,000 രൂപയിൽ തീരേണ്ട പ്രശ്നം ഞങ്ങൾക്ക് വലിയ ബാധ്യത, ഞങ്ങളുടെ വീട് വിറ്റാലും തീരാത്ത രീതിയിലുള്ള വലിയ ബാധ്യതയിലേക്ക് ഹോസ്പിറ്റൽ അധികൃതർ ഞങ്ങൾ തള്ളി വിടുകയാണ് ഉണ്ടായത്. അമ്മ ഇപ്പൊ ഈ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടല്ലോ, ആ പരാതിയിൽ എന്തെങ്കിലും തുടർ നടപടികളൊക്കെ ആയിട്ടുണ്ടോ? പരാതി കൊടുത്തത് ഞങ്ങൾ ജൂലൈയിൽ പരാതി കൊടുത്തിട്ട് ഒരു പ്രതികരണം ഉണ്ടായിരുന്നില്ല. അവസാനം ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങും, ഞാനും ഹസ്ബൻഡും മാറി മാറി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്ന അവസ്ഥ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവസാനം നമ്മുടെ കുന്നത്തുനാട് MLA ഇടപെട്ടു. MLA പോയി കണ്ടപ്പോൾ MLA ഇടപെട്ടു. MLA ഇടപെട്ടിട്ട് പോലും ഞാൻ പല പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നിന്നിട്ട് എന്നെ കണ്ട മട്ട് പോലും ചെയ്തിട്ടില്ല അവര്. അപ്പൊ ഞാൻ സാറിനെ വിളിക്കും, സാറ് ഞാനിവിടെ നിൽക്കുന്നുണ്ട്, എന്റെ മുന്നിൽ സാറുണ്ട്, ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നു. സാറ് പറയും നിൽക്ക്, ഞാൻ വിളിച്ചു പറയാം. അങ്ങനെ MLA ഇടപെട്ട് ഒരുപാട് പ്രാവശ്യം MLA ട്രൈ ചെയ്തതിന് ശേഷം മാത്രമാണ് കഴിഞ്ഞ ദിവസം അവര് FIR ഇട്ടിട്ടുണ്ട്, മെഡിക്കൽ ബോർഡിന് അയക്കാം എന്ന് പറഞ്ഞത്. ശരി അമ്മ, ഒരൊറ്റ കാര്യം കൂടി, വിഷ്ണുജിത്ത് ഇപ്പം ആരോഗ്യവാനാണോ? വിഷ്ണുജിത്ത് ആരോഗ്യവാനല്ല. അതായത് ഒരു 8 മാസത്തോളം ഫുള്ള് ബെൽറ്റ് യൂസ് ചെയ്തതിന് ശേഷം കിടക്കുമ്പോൾ പോലും ബെൽറ്റ് യൂസ് ചെയ്യണം. പിന്നെ കൊച്ചിന് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. ക്ലാസ്സിൽ നെവൽ ബേസിൽ ഇപ്പൊ ടെസ്റ്റിന്റെ അപ്രന്റീസ്ഷിപ്പിന്റെ എക്സാം ഡിസംബറിലുണ്ട്. അപ്പോൾ കൊച്ചിന് അറ്റൻഡൻസ് ഇല്ലെങ്കിൽ എഴുതാൻ പറ്റില്ലാത്ത കാരണം ഫ്രണ്ടിന്റെ കൂടെ ഞങ്ങൾ അവനെ അവിടെ കൊണ്ടുപോയി ഇരുത്തി ക്ലാസ് അറ്റൻഡ് ചെയ്ത് അറ്റൻഡൻസ് ഇട്ട് പോരുന്നു.